ക്കുന്നതിന് ഞങ്ങളെ കൂടി അതിന്റെ ഭാഗമാക്കുക എന്നുള്ള ഡിമാൻഡാണ് ഞങ്ങൾക്ക് വെക്കാൻ. തീർച്ചയായും അസോസിയേഷൻ ഒന്നും അത് പ്രായോഗികമല്ല. ഘടകകക്ഷി, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. UDF-ലെ മറ്റ് കക്ഷികളെ പോലെയുള്ള പരിഗണന അതൊരു മുന്നണിന്റെ ഭാഗമാകുമ്പോ ആ മുന്നണിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഞങ്ങൾക്ക് ഇറങ്ങേണ്ടി വരില്ല. അല്ല അതൊക്കെ ആരോപണങ്ങള് പിന്നെ ഞാൻ പറയട്ടെ, മുന്നിലും അതേമാതിരിയുള്ള ആരോപണങ്ങൾ ഉണ്ടായിട്ടില്ലേ? അതൊന്നും പിന്നെ ഘടകകക്ഷിയായി മാറുന്നതോട് കൂടി അതിന്റെ വിജയസാധ്യത ഞങ്ങളെ കൂടിയും ബാധ്യതയായി മാറില്ലേ? ഇന്നലെ തന്നെ പറഞ്ഞത് ചർച്ച നടത്തിയ ആളാണെന്നുള്ളതാണ് പറഞ്ഞത്. CPM-മായി ഈ സ്ഥാനാർത്ഥി ചർച്ച നടത്തിയ ആളാണ് ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്നത്. സുഹൃത്തെ, അങ്ങനെ പല കാര്യങ്ങളും രാഷ്ട്രീയത്തിൽ പലതും പണ്ടൊക്കെ നടന്നിട്ടുണ്ടല്ലോ. ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയ സാധ്യത എത്രത്തോളം നിങ്ങൾ കാണുന്നത്? അല്ല, അത് ഞങ്ങള് ഇപ്പോ വെച്ചൊരു കാര്യം ഉണ്ടല്ലോ, ഞങ്ങൾ കണ്ടെത്തിയിട്ടുള്ള കാര്യം എന്താ? ഞങ്ങൾ വെച്ച ഡിമാൻഡിന് ഞങ്ങളെ പിന്നെ ഘടകകക്ഷിയാക്കി മാറ്റുക എന്നുള്ളതാണ്. ആ ഘടകകക്ഷിയാക്കി മാറ്റാൻ സാധ്യത ഇല്ലെങ്കിൽ ഞങ്ങൾ മത്സരരംഗത്ത് വരിക എന്നുള്ളതാണ്. ഞങ്ങൾ ജയിക്കാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അപ്പൊ പിന്നെ ആര്യാടൻ ഷൗക്കത്തിന് വിജയ സാധ്യത ഉണ്ടോന്നൊന്നും ഞങ്ങൾക്ക് നോക്കേണ്ട കാര്യമില്ലല്ലോ. തൃണമൂൽ ഘടകകക്ഷി ആകുകയാണെങ്കിൽ അപ്പോൾ ആര്യാടൻ ഷൗക്കത്തിന് വിജയ സാധ്യത ഉണ്ടോ അവിടെ? അല്ല, തൃണമൂൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ തന്നെ തൃണമൂൽ കോൺഗ്രസ് വിജയിച്ചു വരുന്നൊരു സാഹചര്യം നിലമ്പൂരിലുണ്ട്. ആ സമയത്ത് ഞങ്ങൾ ഈ തൃണമൂൽ കോൺഗ്രസ് UDF-ന്റെ ഭാഗമാകുന്നതോടുകൂടി പിന്നെ UDF ജയിക്കോ എന്ന ചോദ്യത്തിന് അവിടെ പ്രസക്തിയേ ഇല്ല. തൃണമൂൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് നിന്നാൽ തന്നെ ബഹുമാന്യനായിട്ടുള്ള ഞങ്ങളുടെ സ്റ്റേറ്റ് കൺവീനർ PV അൻവർ അവിടെ മത്സരിച്ചാൽ ഞങ്ങൾ ഒറ്റയ്ക്ക് വിജയിച്ചു വരും. അപ്പോൾ ഈ തൃണമൂൽ കോൺഗ്രസിനെ UDF അതിന്റെ ഭാഗമാക്കുന്നതോടുകൂടി UDF-ന്റെ വിജയത്തിൽ പിന്നെ ആർക്കെങ്കിലും സംശയമുണ്ടോ? അവഗണന എന്ന് പറഞ്ഞത് നിങ്ങളോട് എന്താണ് ബഹുമാന്യനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത്? 4 ദിവസത്തിനകം ഞങ്ങളെ മുന്നണിയിലെടുക്കും എന്ന് പറഞ്ഞിട്ടില്ലേ? എത്ര ദിവസം കഴിഞ്ഞു? വഞ്ചനാപരമായിട്ടുള്ള ഒരു തീരുമാനമല്ലേ, ഒരു തീരുമാനമല്ലേ അവർ എടുത്തുകൊണ്ടിരിക്കുന്നത് ഈ തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടിയോട്. തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടിക്ക് കരുത്തും ശേഷിയും ഉണ്ട് ഈ മണ്ഡലത്തിനകത്ത് മത്സരിച്ച് വിജയിക്കാനുള്ള. ഇതൊരു ദേശീയ പ്രസ്ഥാനമല്ലേ. ഞങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ഞങ്ങളുടെ ചോയ്സും അവിടെ ഞങ്ങൾ നടത്തിക്കൊണ്ട് ബഹുമാനായിട്ടുള്ള PV അൻവർ വിജയിച്ചു വരാനുള്ള സാഹചര്യം അവിടെ ഉണ്ടാക്കും. ഞങ്ങൾ വഞ്ചനപരമായ നിലപാട് സ്വീകരിച്ചതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങളുടെ തീരുമാനത്തിലേക്ക് പോകാൻ കാരണം. അല്ല, നിങ്ങൾ പിന്നെ VD സതീശന്റെ പ്രസ്താവന എന്തായിരുന്നു? നിങ്ങൾ പറയും, VD സതീശന്റെ പ്രസ്താവന എന്തായിരുന്നു? 4 ദിവസത്തിനകം ഞങ്ങളെ മുന്നണിയിൽ എടുക്കുമെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ഒരുപാട് ആവശ്യപ്പെട്ട, ഒരുപാട് സംസാരിച്ചതാണ് ബഹുമാന്യനായിട്ടുള്ള ഞങ്ങളുടെ കൺവീനർ PV അൻവർ. ഒരുപാട് പ്രാവശ്യം സംസാരിച്ചതുണ്ട്. അത് 4 ദിവസം 2 ദിവസം എന്നൊക്കെ പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോയി. ഇപ്പോൾ ഇലക്ഷൻ പടിവാതിൽ എത്തി നിൽക്കുകയാണ്. 2-ാം തീയതിയാണ് നോമിനേഷൻ കൊടുക്കേണ്ട അവസാന തീയതി. ഞങ്ങൾക്കും മുന്നൊരുക്കങ്ങൾ നടത്താനുള്ള സമയം ആയിട്ടുണ്ട്. ഇനി ഇത് അനന്തമായിട്ട് നീട്ടിക്കൊണ്ടു പോകാൻ നമ്മളോട് ഇല്ല. ഞങ്ങൾ അങ്ങനെയൊന്നും പറയുന്നില്ല. കബളിപ്പിക്കാനുള്ള ശ്രമമാണോ? 2 ദിവസത്തെ സമയമുണ്ട് ഞങ്ങളോട്. തീർച്ചയായിട്ടും UDF നിർത്തിയ സ്ഥാനാർത്ഥിയാണ് ഷൗക്കത്ത്. ആ ഷൗക്കത്തിന്റെ വിജയത്തിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും മുന്നണിയിൽ എടുക്കുമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടതിനേക്കാളും അധികം UDF നേതാക്കന്മാരാണ് ഞങ്ങളോട് ഉറപ്പ് നേരത്തെ ലഭിച്ചത്. ഉണ്ടായിട്ടില്ല. ഇന്നലെയും അവർ പറഞ്ഞില്ല, പ്രഖ്യാപിക്കും. അത് എന്നും പറയുന്നുണ്ട്. അത് പറയാൻ തുടങ്ങിയിട്ട് 2-3 മാസമായി. തീർച്ചയായിട്ടും ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾ UDF നേതൃത്വത്തോട് പറയും. മുന്നണി പ്രവേശം ആവശ്യം പറഞ്ഞല്ലോ. അല്ല, പല നേതാക്കളും അൻവറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ഏതെങ്കിലും തരത്തിലുള്ള ഒത്തുതീർപ്പ് വരുമോ? അതാണ് ഞങ്ങൾ 2 ദിവസം അൻവർ ലീഗ് നേതാക്കളെ മാത്രമല്ല UDF-ലെ പല ചെറിയ കക്ഷികളും
നിലവിലെ ഘടകകക്ഷികളായിട്ടുള്ള കക്ഷി നേതാക്കളൊക്കെ അൻവറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മണ്ഡലം അല്ല, സുഖമാണ് മാധ്യമങ്ങളെ കണ്ടത്. തൃണമൂൽ കോൺഗ്രസിന് 2 ദിവസത്തിനകം തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ അവർ ഒറ്റയ്ക്ക് മത്സരിച്ച് PV അൻവറിനെ MLA ആക്കും എന്നാണ് UDF നേതൃത്വത്തിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്.